നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തകൾക്ക് പഞ്ഞമില്ലാത്ത ഒരു ദിവസമാണെന്ന്. വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് മികച്ച ഒരു പിന്തുണ ലഭിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൻ്റെ കരട് രൂപമാകുന്നു. കേരളത്തിലേക്ക് വന്നാൽ അയ്യപ്പ സംഗമത്തിൽ മുക്കിയതിൻ്റെയും കട്ടതിൻ്റെയും ഒക്കെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്. ദേവസ്വം ബോർഡ് യോഗം ഇന്നുണ്ട്. മറ്റൊന്ന്, ഓൺലൈൻ ടാക്സി, സൊമാറ്റോ, സ്വിഗ്ഗി തൊഴിലാളികൾ 2 ദിവസം പണിമുടക്കിലാണ്. ശ്രദ്ധിക്കുക. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതും സുപ്രധാന മേഖലകളിൽ ഉഭയകക്ഷി ചർച്ചകളും പ്രധാന അജണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വൈകിട്ട് മുംബൈ ലോക് ഭവനിൽ കൂടിക്കാഴ്ച. 3.25 ലക്ഷം കോടിയുടെ റഫാൽ വിമാന ഇടപാടിൽ ഒപ്പുവെക്കും. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ നിയമപരമായ ചട്ടക്കൂടിന് അന്തിമ രൂപമാകുന്നു. ഇന്ത്യൻ സംഘം അടുത്തയാഴ്ച US-ലേക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന്. ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിൽ വ്യക്തത വരുത്തി കോടതിയിൽ പുതിയ റിപ്പോർട്ട് നൽകാൻ സാധ്യത. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടൻ ജയറാം ഇന്ന് കൊച്ചി ED ഓഫീസിൽ ഹാജരായേക്കും. ദ്വാരപാലക പാളികൾ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജിച്ചതിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകളിലും വ്യക്തത തേടും. പെരിയാർ ഉൾപ്പെടെയുള്ള നദികളിൽ മത്സ്യസമ്പത്ത് കുറയുന്നു. പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ പ്രതിഫലനമെന്ന് വിദഗ്ധർ. കീടനാശിനി പ്രയോഗവും ജലസ്രോതസ്സുകൾ മലിനമാകുന്നതും പ്രധാന വെല്ലുവിളി. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം. ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ വിധി റദ്ദാക്കണമെന്ന ഉപഹർജിയിൽ സെഷൻസ് കോടതി ഉത്തരവെന്ന്. മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി നിയമപരമായി നിലനിൽക്കില്ലെന്ന് ആന്റണി രാജു. നിയമസഭാംഗത്വത്തിൽ കോടതി വിധി നിർണായകം. സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി ഗിഗ് തൊഴിലാളികൾ ഇന്നു മുതൽ പണിമുടക്കിലേക്ക്. യൂബർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്ന ആവശ്യം. മറ്റന്നാൾ വരെ യൂബർ ആപ്പ് ബഹിഷ്കരിക്കും. സൊമാറ്റോ, സ്വിഗ്ഗി തൊഴിലാളികളും പണിമുടക്കിൻ്റെ ഭാഗമാകും. T20 ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്ക് വീണ്ടും തോൽവി. സൂപ്പർ 8 സാധ്യത മങ്ങി. മുൻ ചാമ്പ്യന്മാരെ ശ്രീലങ്ക തകർത്തത് 8 വിക്കറ്റിന്. 3 കളികളും ജയിച്ച് ശ്രീലങ്ക സൂപ്പർ 8-ൽ ലോകകപ്പിലെ വേഗതയാർന്ന സെഞ്ചുറി സ്വന്തമാക്കി ഓപ്പണർ നിസ്സംഗ. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തി. മുംബൈ വിമാനത്താവളത്തിലെത്തിയ ഇമ്മാനുവൽ മാക്രോണിനെയും ഭാര്യ ബ്രിജിറ്റിനെയും മഹാരാഷ്ട്ര ഗവർണർ ആചാര്യ ദേവവ്രത്, മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. AI ഇമ്പാക്റ്റ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം തന്ത്രപരമായ മേഖലകളിൽ ഉഭയകക്ഷി ചർച്ചകളും സന്ദർശനത്തിൻ്റെ പ്രധാന അജണ്ടയാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 3.25 ലക്ഷം കോടിയുടെ 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള നിർണായകമായ പ്രതിരോധ കരാറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായേക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഈ വിമാനങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ലോക് ഭവനിൽ ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങൾ കൈമാറുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 5:20 പ്രധാനമന്ത്രി മോദി മാക്രോണും ചേർന്ന് ഇന്ത്യ ഫ്രാൻസ് ഇയർ ഓഫ് ഇന്നൊവേഷൻ 2026 ഉദ്ഘാടനം ചെയ്യും. സ്റ്റാർട്ടപ്പുകൾ, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ഫോറത്തിൻ്റെ ലക്ഷ്യം. മാക്രോണിൻ്റെ 4ാമത്തെ ഇന്ത്യ സന്ദർശനമാണെങ്കിലും മുംബൈയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനമാണ് ഇത്. ഇന്ത്യ AI ഇമ്പാക്റ്റ് എക്സ്പോ 2026 ഡൽഹിയിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 16 മുതൽ 20 വരെയാണ് എക്സ്പോ. കൃത്രിമ ബുദ്ധിയുടെ ദേശീയ പ്രദർശനമാണ്. 70,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലുള്ള 10 വേദികളിലായി ഒരുക്കിയിരിക്കുന്നത്. ഓസ്ട്രേലിയ, ജപ്പാൻ, റഷ്യ, UK, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങി 13 രാജ്യങ്ങളിൽ നിന്നുള്ള 300-ലധികം പവലിയനുകൾ പ്രദർശനത്തിനുണ്ട്. ആഗോള സാങ്കേതിക കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക് ഗവേഷണ സ്ഥാപനങ്ങൾ, കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന സർക്കാരുകൾ, അന്താരാഷ്ട്ര പങ്കാളികൾ എന്നിവർ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഗ്ലോബൽ സൗത്തിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ അന്താരാഷ്ട്ര AI ഉച്ചകോടിക്കാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. ഉച്ചകോടിയിൽ 500-ലധികം സെഷനുകളും 3250 പ്രഭാഷകരും പങ്കെടുക്കും. പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഗ്രസ് എന്നിങ്ങനെ 3 തീമുകളായിട്ടാണ് പരിപാടി സജ്ജീകരിച്ചിരിക്കുന്നത്. 2.5 ലക്ഷത്തിലധികം സന്ദർശകർ പരിപാടിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ നിയമപരമായ ചട്ടക്കൂടിന് അന്തിമ രൂപമാകുന്നു. കൂടുതൽ ചർച്ചയ്ക്കായി വാണിജ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി
ദർപ്പൺ ജെയിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം അടുത്തയാഴ്ച US സന്ദർശിക്കും. മാർച്ച് അവസാനത്തോടെ കരാർ ഒപ്പുവയ്ക്കാനാണ് സാധ്യത. ഓൺലൈൻ ചർച്ചകൾ തുടരുകയാണ്. തീരുവ 18% കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ഈ ആഴ്ച പൂർത്തിയാക്കുമെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ അറിയിച്ചു. ഫെബ്രുവരി 23-നാണ് ഉദ്യോഗസ്ഥ സംഘം US-ൽ എത്തുന്നത്. വിദേശത്തെയും സ്വദേശത്തെയും വാർത്തകളായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള വിവാദം ശക്തമാകുന്നതിനിടെ നിർണായക ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ചേരും. കണക്കുകളിലെ പൊരുത്തക്കേടിൽ വ്യക്തത വരുത്താനാണ് തീരുമാനം. പുതിയ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് ബോർഡ് തയ്യാറെടുക്കുന്നത്. ഊരാളുങ്കൽ കമ്പനിയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. കണക്കുകൾ ഓഡിറ്റ് ചെയ്ത വിജയകുമാർ അസോസിയേറ്റ്സിനെയും യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അൻഫിറ്റ് ഡിസൂസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അൻഫിറ്റ്, എന്തായാലും ആക്ച്വൽ കണക്കും അവതരിപ്പിച്ച കണക്കുകളൊക്കെ ആകപ്പെടെ ഒരു സങ്കീർണമായ ഒരു സാഹചര്യമാണല്ലോ. അതൊരു വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്. കോടതിയിലും ഇത് ധരിപ്പിക്കേണ്ടതുണ്ട്. എന്നിട്ടും ഇത് യഥാർത്ഥ കണക്കല്ല എന്ന വാദം ഉന്നയിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഓഡിറ്ററെയും വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നറിയാനായി. എവിടെയാണ് ഈ പിഴവുകൾ സംഭവിച്ചിരിക്കുന്നത്? ഇതൊക്കെ ഈ മുഖ്യതൊക്കെയാണോ ഈ കണക്കുകൾ? രാജേഷ്, ഏറ്റവും നിർണായകമായ യോഗമാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് നടക്കാൻ പോകുന്നത്. കാരണം ദേവസ്വം കണക്കുകൾ, ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ്, അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഓഡിറ്റിലെ കണക്കുകളിൽ അവ്യക്തത, വലിയ രീതിയിലുള്ള അവ്യക്തതയും പൊരുത്തക്കേടുകളുമാണുള്ളത്. യഥാർത്ഥ കണക്കല്ല ഹൈക്കോടതിയിൽ സമർപ്പിച്ചതെന്ന് ദേവസ്വം ബോർഡ് ഒരു വിഭാഗം വാദിക്കുന്നു. വളരെ ശക്തമായ വാദങ്ങളാണ് നിരത്തുന്നത്. ഈ എസ്റ്റിമേറ്റിന്റെ കണക്കുകൾ എടുത്താണ് അത് ഓഡിറ്റ് റിപ്പോർട്ടായി ഹൈക്കോടതിയിൽ സമർപ്പിച്ചതെന്നുള്ള വാദമാണ് ശക്തമായി അധികൃതർ നിരത്തുന്നത്. ഇതിന് എന്ത് സംഭവിച്ചു, ഇതാർക്കാണ് പിഴവ് പറ്റിയത്, ഇതടക്കമുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുകയാണ് നിർണായകമായ ദേവസ്വം ബോർഡിന്റെ ഇന്നത്തെ യോഗത്തിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെയും വലിയ രീതിയിലുള്ള വിവാദമാണ് ഇത് സംബന്ധിച്ച് പൊട്ടിപ്പുറപ്പെട്ടത്. അതായത് ഈ ദേവസ്വം അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചിലവ് ഉണ്ടായിട്ടുണ്ട്. ഈ ചിലവ് നികത്താൻ കഴിയുന്നില്ല. ഹൈക്കോടതി നേരത്തെ തന്നെ ദേവസ്വം ശബരിമല അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാരും ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമ്പോൾ ഒരു പൈസ പോലും ബോർഡിൽ നിന്ന് എടുക്കാൻ പാടില്ല, സർക്കാർ ഒരു പൈസ പോലും ഇതിന് ചെലവാക്കാൻ പാടില്ല, പൂർണ്ണമായും സ്പോൺസർഷിപ്പിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശത്തോടു കൂടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഈ സംഗമം നടത്തി 3 മാസത്തിനുള്ളിൽ ഇതിന്റെ കൃത്യമായ ഓഡിറ്റ് കണക്ക് ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നും കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലും വൈകിയതിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് പരാമർശമൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണർ ഈ ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ നവംബറിൽ കമ്മീഷണർ നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ 4.5 കോടി രൂപ ചെലവായി എന്നായിരുന്നു കണക്ക്. അതിനുശേഷം പുറത്തു വന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ 6.5 കോടിയിലധികം ചെലവായി എന്ന് കണക്ക് വരുന്നു. അപ്പോൾ അവിടെയും കണക്കുകളുടെ ഒരു പൊരുത്തക്കേടുണ്ട്. എന്നാൽ ദേവസ്വം കമ്മീഷണറായിട്ട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകട്ടെ ഇത്രയേറെ ചിലവ് ഉണ്ടായിട്ടില്ല എന്ന് ദേവസ്വം പ്രസിഡന്റ് പറയുന്നു. മാത്രമല്ല, ഈ അധികമായി ചിലവാക്കി എന്ന് പറയുന്നത് ബോർഡിൽ നിന്ന് പിരിച്ചെടുത്ത തുക അത് ബോർഡ് തിരിച്ചടയ്ക്കാനായി കഴിഞ്ഞിട്ടില്ല. ഇത് വലിയ രീതിയിൽ വിവാദമായപ്പോൾ മുൻ പ്രസിഡന്റായിരുന്ന, അതായത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിന്റെ കാലത്താണ് ആഗോള അയ്യപ്പ സംഘം നടത്തിയത്. അപ്പോൾ അതിന്റെ ബാധ്യത, അതിന്റെ കണക്ക് പറയേണ്ടതൊക്കെ PS പ്രശാന്താണ്. ഈ PS പ്രശാന്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ പോലും ബോർഡിൽ നിന്നെടുത്താൽ 2 കോടി രൂപ തിരികെ അടച്ചു എന്നാണ് പറയുന്നത്. ഇനിയും ഏറെക്കുറെ 2 കോടി രൂപ അടയ്ക്കാനുണ്ട് എന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുന്ന ജയകുമാർ ആകട്ടെ അത്രയൊന്നും തുക അടയ്ക്കാനില്ല എന്നും ഇനി അധികമായി വന്നത് 4 കോടി രൂപയാണ്, ഇത് ഒരിക്കൽ പോലും ഇനി ദേവസ്വം ഈ 4 കോടി രൂപ കിട്ടില്ല എന്ന രീതിയിൽ പോലും ജയകുമാർ പറയുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇതിലൊരു പൊരുത്തക്കേട് നിൽക്കുകയാണ്. കണക്കുകൾ ഇപ്പോഴും അവ്യക്തമാണ്. ഇതിലെങ്ങനെ വ്യക്തത വരുത്താമെന്നാണ് ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്ന പ്രധാന യോഗത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത്. മറ്റൊന്ന്, ഈ സ്പോൺസർമാരിൽ നിന്ന് പിരിച്ചു കിട്ടാനുള്ള തുക, വലിയ തുക സ്പോൺസർമാരിൽ നിന്ന് പിരിച്ചു കിട്ടാനുണ്ട്. അതോടൊപ്പം ഈ കമ്പനികൾ, ഈ കോൺട്രാക്ട് നിന്ന ഊരാളുകളടക്കമുള്ള കമ്പനികൾ, ഹോട്ടൽ ഉടമകളടക്കം ഈ കൊടുക്കാനുള്ള വലിയ തുകയാണ് നൽകിയിരിക്കുന്നത്. ഈ തുക ഇനി ഇവരുമായി സംസാരിക്കുമ്പോൾ ഇവർ എത്രത്തോളം അതിന് തയ്യാറാകുമെന്നുള്ളത്, അതായത് ഇപ്പോൾ കിട്ടുന്ന തുക വാങ്ങി അവർ മിണ്ടാതെ മടങ്ങിപ്പോകുമോ, അത് കൂടുതൽ തർക്കങ്ങളിലേക്ക് വരുമോ എന്നതൊക്കെ തന്നെയും ഇന്ന് ചേർന്ന യോഗത്തിൽ അറിയാൻ പറ്റും. കാരണം ഈ പ്രതിനിധികളൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രതിനിധികളും മറ്റ് കമ്പനികളുടെ പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓഡിറ്റ് ചെയ്ത പ്രതിനിധികൾ, അതായത് വിജയ് അസോസിയേറ്റ്സ് ആണ് ഓഡിറ്റ് ചെയ്തത്, അവരുടെ പ്രതിനിധികളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർക്ക് എവിടെ നിന്നാണ് ഈ കണക്കുകൾ ലഭിച്ചത്? ഈ എസ്റ്റിമേറ്റ് കണക്കുകളാണ്, ഈ ഏത് ചെല്ലാനിൽ നിന്നാണ്, ഏത് രസീത് നോക്കിയാണ് ഈ കണക്കുകളൊക്കെ സമർപ്പിച്ചത്, അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കും. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ യോഗമാണ് ഇന്ന് രാവിലെ 10:30 ആസ്ഥാനത്ത് ചേരുന്നത്. ഈ യോഗത്തിന് ശേഷം ദേവസ്വം ബോർഡ് ചെയർമാൻ ഈ മാധ്യമങ്ങളെ കാണുകയും യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു, ഈ കണക്കിൽ എത്രത്തോളം വ്യക്തത വരുത്താനായി പൊരുത്തക്കേട്
ക്രമക്കേട് വ്യക്തത വരുത്താനായി ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടുണ്ട്. ഇതടക്കം മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും ഇന്നത്തെ യോഗവും യോഗശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താണ് പറയാൻ പോകുന്നതും അതീവ നിർണായകം തന്നെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയൊക്കെ ഏതൊക്കെ വഴികളാണ്, എന്തായാലും കണക്കുകൾ പുറത്തു വരട്ടെ. അൻഫിൽറ്റാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED നോട്ടീസ് നൽകിയ നടൻ ജയറാം ചോദ്യം ചെയ്യലിനായി കൊച്ചി ഓഫീസിൽ ഇന്ന് ഹാജരായേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ അടക്കം ED ചോദിച്ചറിയും. ദീർഘകാലമായി സൗഹൃദം മാത്രമേ പോറ്റിയുമായി ഉള്ളൂ എന്നാണ് SITക്ക് ജയറാം മൊഴി നൽകിയത്. അശ്വതി കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വതി, ജയറാമും പോറ്റിയും തമ്മിലുള്ള ബന്ധം, അതിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് EDക്ക് അറിയേണ്ടത്, SITക്ക് അറിയേണ്ടത്. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു അന്വേഷണം ഇതിൻ്റെ തുടക്കത്തിൽ നടന്നിരുന്നു? അതിൻ്റെ ഭാഗമായിട്ടാണോ ജയറാമിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്? രാജേഷ്, ഇതിൽ SITയുടെ ലിസ്റ്റിലുള്ള 3 പേരും അതുപോലെ തന്നെ മറ്റ് 9 പേര്, അങ്ങനെ 12 പേര് അടങ്ങുന്നതാണ് ഈ EDയുടെ അന്വേഷണ പരിധിയിലുള്ള ആളുകൾ. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഏതെങ്കിലും രീതിയിൽ നടന്നിട്ടുണ്ടോ, ആ സാമ്പത്തിക ക്രമക്കേടുകളുടെ ഒരു വ്യാപ്തി, ഇതൊക്കെ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഘട്ടത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നടൻ ജയറാമിനാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ജയറാമിന് നോട്ടീസ് നൽകിയത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ജയറാമിന്റെ ബന്ധത്തിൽ, സൗഹൃദത്തിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിൽ ദ്വാരപാലക പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വസതിയിൽ കൊണ്ടുവന്ന് പൂജിക്കുകയും മറ്റും ചെയ്തു. അത്തരത്തിൽ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ, അതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും ഇന്ന് ജയറാമിൽ നിന്ന് ചോദിച്ചറിയുക. എന്നാൽ SITക്ക് നൽകിയിരിക്കുന്ന മൊഴിയിൽ ജയറാമൻ വ്യക്തമാക്കുന്നത് 1 രൂപ പോലും ഇത്തരത്തിൽ ഇടപാടുകളായിട്ട് നടന്നിട്ടില്ല, ഒരു രൂപയുടെ പോലും ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് നടൻ ജയറാം SITക്ക് നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല, ദീർഘകാലമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് സൗഹൃദമുണ്ട് എന്നും ജയറാം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ സാമ്പത്തിക ഇടപാടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് ജയറാമിന്റെ മൊഴി. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയായിരിക്കും ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുക. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരുത്തരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയെ ചോദ്യം ചെയ്തിരുന്നു. 9 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ, ഒരുപക്ഷെ നേതാക്കന്മാരിലേക്കൊക്കെ ഈ ചോദ്യം ചെയ്യൽ നീളാനുള്ള ഒരു സാധ്യത ഉണ്ട്. രാജേഷ്, അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. സൗഹൃദത്തിന് കുഴപ്പമൊന്നുമില്ല, സാമ്പത്തിക ഇടപാടും നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ജയറാം ഒരുപക്ഷെ പെട്ടുപോകും. മറ്റു വാർത്തയിലേക്ക്. മുൻമന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ തിരിമറി കേസിൽ നിർണായക വിധി ഇന്നുണ്ടാകും. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധിച്ച ശിക്ഷ റദ്ദാക്കണമെന്നാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി അൻഫിറ്റ് ഡിസൂസ കൂടി ഈ കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. അൻഫിറ്റ്, എന്തായാലും 2 തവണ ഈ ഉത്തരവ് പറയുന്നത് മാറ്റിവെച്ച ഒരു സാഹചര്യമായിരുന്നല്ലോ. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വിധിയും ശിക്ഷാവിധിയും റദ്ദാക്കണമെന്നാണ് പ്രതിഭാഗത്തിൻ്റെ അപ്പീലിൽ, അല്ലെങ്കിൽ ആന്റണി രാജുവിൻ്റെ ആവശ്യവും. തീർച്ചയായും ഏറ്റവും നിർണായകമായ ഒരു വിധി ആന്റണി രാജുവിനെ സംബന്ധിച്ച് വ്യക്തിപരമായി ഏറ്റവും നിർണായകമായ വിധിയാണ്. അതിനപ്പുറത്തേക്ക് ആന്റണി രാജുവിന്റെ ഇന്നത്തെ വിധിയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിയെ റദ്ദു ചെയ്യുകയോ ആ രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി പോലും തീരുമാനിക്കുന്ന ഒരു നിർണായക വിധിയായി മാറുകയാണ്. അതായത് മജിസ്ട്രേറ്റ് കോടതി തൊണ്ടിമുതൽ കേസിൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയത് 3 വർഷത്തെ ശിക്ഷയാണ്. ആ ശിക്ഷ നിലനിൽക്കില്ല, അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജില്ലാ സെഷൻസ് കോടതിയെ ആന്റണി രാജു സമീപിച്ചത്. ജില്ലാ സെഷൻസ് കോടതി ഈ ശിക്ഷ, അതായത് ആ അപ്പീൽ പരിഗണിക്കുന്നത് വരെ ഈ ശിക്ഷ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി സ്വീകരിച്ചിരുന്നു. അതുവരെ ഈ ശിക്ഷ റദ്ദു ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ആ അപ്പീൽ കോടതിയുടെ വിധി, അന്തിമ വിധി വരുന്നത് വരെ മാത്രമാണ്. ആ അന്തിമ വിധിയാണ് ഇന്ന് ജില്ലാ സെഷൻസ് കോടതിയിൽ വരാൻ പോകുന്നത്. നേരത്തെ ഇന്നലെയും പരിഗണിക്കേണ്ടതായിരുന്നു, പക്ഷേ ആ വാദം പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് അത് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. അപ്പോൾ നിലവിലെ ആന്റണി രാജു പറയുന്നത് ഈ ശിക്ഷ നിലനിൽക്കുകയില്ല. കാരണം ആ സമയത്ത് നടന്ന കുറ്റകൃത്യങ്ങളൊന്നും തന്നെ ഈ 3 വർഷത്തെ ശിക്ഷ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിലനിൽക്കുന്നില്ല
എന്ന് പറയുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ ആകട്ടെ ശിക്ഷ നിലനിൽക്കുമെന്ന് തന്നെയാണ് വാദിക്കുന്നത്. ഇതിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്ക് 2 വർഷത്തിലധികം ശിക്ഷ വിധിക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. അയോഗ്യത 6 വർഷത്തേക്ക് അയോഗ്യത ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും വരും. സ്വാഭാവികമായ നടപടിക്രമങ്ങളാണ്. ഇതൊക്കെ തന്നെ ഇപ്പോൾ ആന്റണി രാജുവിന് ബാധകമായിരിക്കുകയാണ്. ഇന്നത്തെ ശിക്ഷയിൽ ആന്റണി രാജുവിന് ഒരുപക്ഷെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ ഇത് റദ്ദ് ചെയ്യുകയാണെങ്കിൽ ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തിരിച്ചുവരവായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഒരുപക്ഷെ അയോഗ്യത മാറുന്നു. അതോടൊപ്പം തന്നെ നിയമസഭാ സമ്മേളനത്തിന്റെ അടുത്ത സെഷൻ ഈ MLA എന്ന പദവി ഇപ്പോൾ അദ്ദേഹം അയോഗ്യനായിരിക്കുകയാണ്. ആ MLA എന്ന പദവി അദ്ദേഹത്തിന് തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടി ഇന്നത്തെ ഈ വിധിയോടുകൂടി വരികയാണ്. വിധി അനുകൂലമാവുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ നിയമസഭാ സമ്മേളനത്തിന്റെ അടുത്ത സെഷനിൽ പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാനുള്ള സാധ്യതയും സാഹചര്യമൊക്കെ ഉണ്ട്. ഇനി ഈ ശിക്ഷ അതേ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ആന്റണി രാജു, അതായത് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ ശിക്ഷ അതേ രീതിയിൽ ജില്ലാ സെഷൻസ് കോടതി ശരിവെക്കുകയാണെങ്കിൽ ആന്റണി രാജു എന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ഭാവിയൊക്കെ തന്നെ ചോദ്യചിഹ്നമായി മാറുകയാണ്. അതോടുകൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി, കാരണം ഇനി 6 വർഷത്തേക്ക് അയോഗ്യതയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ആന്റണി രാജു, ആ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കാൻ പറ്റില്ല. 6 വർഷത്തേക്ക് അയോഗ്യത വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷമുള്ള രാഷ്ട്രീയ കാലം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം അനിശ്ചിതമാണെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇടതുമുന്നണിയെ സംബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം എന്ന് പറയുന്നത് ആന്റണി രാജു ഈ വിധിയെ പിടിച്ചുകൊണ്ടാണ് അത് മറ്റൊരാൾക്ക് CPM പോലെ ഏറ്റെടുക്കുമെന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. CPM പോലും നൽകാതെ ഈ ഒരു വിധി, ഈ സെഷൻസ് കോടതിയുടെ വിധിയിൽ പിടിച്ചാണ് ആന്റണി രാജു അവിടെ മുന്നണിയെ തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിൽ പോലും ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഇന്ന് ജില്ലാ സെഷൻസ് കോടതി പറയുന്ന ഈ അന്തിമ വിധി നിർണായകം തന്നെയാണ്. രാജേഷ്, ശരി. എന്തായാലും ഒരു ജനപ്രതിനിധി പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കിയാൽ MLA ആയി ആന്റണി രാജുവിന് തിരിച്ചെത്താം, അല്ലെങ്കിൽ സ്വാഭാവികമായും വൻ തിരിച്ചടി തന്നെ ഉണ്ടാകും. സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി ഗിഗ് തൊഴിലാളികൾ ഇന്നു മുതൽ പണിമുടക്കിലേക്ക്. മറ്റന്നാൾ വരെ യൂബർ ആപ്പ് ബഹിഷ്കരിക്കും. സൊമാറ്റോ, സ്വിഗ്ഗി തൊഴിലാളികളും പണിമുടക്കിൻ്റെ ഭാഗമാകും. പ്ലാറ്റ്ഫോമിൽ മിനിമം ടാക്സി നിരക്ക് നടപ്പിലാക്കണമെന്നാണ് ആവശ്യം. പ്രതിദിന സബ്സ്ക്രിപ്ഷൻ തുക കുറയ്ക്കുക, അക്കൗണ്ടുകൾ ഏകപക്ഷീയമായി ബ്ലോക്ക് ചെയ്യുന്നത് അവസാനിപ്പിക്കുക എന്നിവയും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ 10 സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. യാത്രാക്ലേശം ഒഴിവാക്കാൻ കേരള സവാരി വഴി സർവീസ് നടത്തുമെന്ന് തൊഴിലാളികൾ അറിയിച്ചിട്ടുണ്ട്. CBSE 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകൾ ഇന്ന് തുടങ്ങും. രാജ്യത്തൊട്ടാകെ 46 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഇളവുകൾ അനുവദിക്കില്ല എന്നും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷ ഏർപ്പെടുത്തും. പരീക്ഷകൾ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഒറ്റ ഷിഫ്റ്റിലായിരിക്കും നടക്കുക. പരീക്ഷാ കേന്ദ്രങ്ങളുടെ ഗേറ്റുകൾ രാവിലെ 10 മണിക്ക് അടയ്ക്കുമെന്ന് CBSE വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സമയത്തിന് ശേഷം എത്തുന്ന വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും പ്രവേശിപ്പിക്കില്ല. 10ാം ക്ലാസ് വിദ്യാർത്ഥികളോ 1ാം ബോർഡ് പരീക്ഷ എഴുതേണ്ടത് നിർബന്ധമാണെന്ന് CBSE വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം മുതൽ 10ാം ക്ലാസ്സിലേക്ക് 2 ബോർഡ് പരീക്ഷകൾ നടത്തുന്ന സമ്പ്രദായം ആരംഭിക്കും. പെരിയാർ ഉൾപ്പെടെയുള്ള നദികളിൽ മത്സ്യസമ്പത്ത് കുറയുന്നത് പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ പ്രതിഫലനമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. കീടനാശിനിയുടെ അമിതമായ ഉപയോഗവും ജലസ്രോതസ്സുകൾ മലിനമാകുന്നതുമാണ് മത്സ്യസമ്പത്ത് കുറയാൻ പ്രധാന കാരണം. ഇതിന് പരിഹാരം കാണാൻ അടിയന്തര ഇടപെടലുകൾ ആവശ്യമാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. മുൻപ് പുഴകളിലും തോടുകളിലും സമൃദ്ധമായി കണ്ടിരുന്ന പല ചെറു മത്സ്യങ്ങളും ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. പരൽ, വാഴയ്ക്കാവരയൻ, കല്ലേമുട്ടി, ചില്ലാൻകൂരി തുടങ്ങിയ മത്സ്യങ്ങൾ ഇപ്പോൾ അപൂർവമാണ്. ഇടുക്കിയുടെ മലയോര കാർഷിക മേഖലയിലെ അമിതമായ കീടനാശിനി പ്രയോഗമാണ് ഇതിന് പ്രധാന കാരണമായി പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ തോടുകളടക്കം മാലിന്യവാഹിനികളായി മാറിക്കഴിഞ്ഞു. ഇതിന് തടയിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ വലിയ പാരിസ്ഥിതിക ആഘാതത്തിന് വഴിയൊരുക്കും. ജൈവ സമ്പത്തുകളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ നമുക്ക് സർക്കാർ ജൈവ വൈവിധ്യ ബോർഡ് എന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ഇടപെടലുകൾ ശക്തമായി തന്നെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കിനി പഴയ രീതിയിലുള്ള തനത് ജൈവ സമ്പത്തായ മീനുകളെ നിലനിർത്താൻ, ശേഷിക്കുന്ന മീനുകളെങ്കിലും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ചെറു മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നതിനൊപ്പം തവള അടക്കമുള്ള മറ്റു ജീവജാലങ്ങൾക്കും മലിനീകരണം വലിയ തിരിച്ചടിയാണ്. ജൈവ വൈവിധ്യത്തിന്റെ പ്രധാന ഘടകങ്ങളായ ഇവയെ സംരക്ഷിക്കുന്നതിന് പ്രാദേശിക ഭരണകൂടങ്ങൾ ഉൾപ്പെടെ അടിയന്തരമായി ഇടപെടണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. അമൃത ന്യൂസ്, ഇടുക്കി. പുഞ്ചക്കൊയ്ത്തിനുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുമ്പോഴും നെല്ല് സംഭരണത്തിൽ മില്ലുകാരുടെ മെല്ലെപ്പോക്ക് നയം തുടരുകയാണ്. ചൂഷണവും ഒഴിവാക്കാൻ സഹകരണ സംഘങ്ങളുടെ സഹായത്തോടെ പ്രഖ്യാപിച്ച നെല്ല് സംഭരണം പാലക്കാട് ഒഴികെ മറ്റൊരിടത്തും നടപ്പാക്കാത്ത സാഹചര്യത്തിൽ സർക്കാരിനെയും കർഷകരെയും കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് മില്ലുകാരുടെ തന്ത്രം. കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ചേർന്ന മില്ലുടമകളുടെ യോഗത്തിൽ ഔട്ട് ടേൺ റേഷ്യോയിൽ ഇളവ് നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്ത ശേഷവും മില്ലുകാരുടെ സഹകരണമില്ലാത്തതാണ് കർഷകരെ കൂടുതൽ ആശങ്കയിലാക്കുന്നത്.
കുട്ടനാട്ടിലെ ചതുർത്ഥ്യാഗരി, ചമ്പക്കുളം സഹകരണ സംഘങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച സംഭരണം പോലും ജില്ലയിൽ നടപ്പിലാക്കാൻ സഹകരണ വകുപ്പിനായിട്ടില്ല. ഗോഡൌണിലില്ലാത്തതും നെൽവിലയായി കർഷകർക്ക് നൽകാനുള്ള പണമില്ലാത്തതുമാണ് തടസ്സമായത്. കഴിഞ്ഞ വർഷം 47 മില്ലുകളാണ് കുട്ടനാട് താലൂക്കിൽ പുഞ്ചനെല്ല് സംഭരിച്ചത്. എന്നാൽ ഇത്തവണ അമ്പലപ്പുഴ മേഖലയിൽ 13ഉം കുട്ടനാട്ടിൽ 11 മില്ലുകൾ മാത്രമാണ് സംഭരണത്തിന് തയ്യാറായിട്ടുള്ളത്. ജില്ലയിൽ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശത്തു നിന്ന് പോലും നെല്ല് സംഭരിക്കാൻ സഹകരണ സംഘങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ നില തുടരുന്നതോടെ കർഷകരും സർക്കാരും തങ്ങളുടെ ചൊൽപ്പടിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് മില്ലുകാർ. എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മില്ലുകാരുടെ നിസ്സഹകരണം സപ്ലൈകോയെയും സർക്കാരിനെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. പലതരം മോഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഒരു മോഷണത്തെക്കുറിച്ചൊന്ന് നോക്കാം. കോഴിക്കോടെ കിഴക്കൻ മലയോര മേഖലയിൽ വ്യാപകമായി തേനീച്ച കർഷകരുടെ തേനീച്ചക്കൂടുകൾ മോഷണം പോകുന്നതായി പരാതി. 2 ആഴ്ചക്കിടെ തോട്ടുമുക്കം ഭാഗത്തു നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും മോഷണം പോയത് 100-ലധികം തേൻകൂടുകളാണ്. 15 വർഷത്തിലധികമായി തേനീച്ച കർഷകനായ തിരുവമ്പാടി പുന്നക്കൽ സ്വദേശി അറക്കൽ വീട്ടിൽ ജസ്റ്റിൻ, ചുണ്ടത്തുംപൊയിൽ ജോസ് എന്നിവരുടേതടക്കം നിരവധി കർഷകരുടെ തേനെടുക്കാനായ 100-ലധികം തേനീച്ചക്കൂടുകളാണ് മോഷണം പോയത്. തേനീച്ച കൃഷി കൃത്യമായി അറിയുന്ന ആളുകളാണ് മോഷണത്തിന് പിന്നിലെന്നും കർഷകൻ പറയുന്നു. രാത്രി ഇവരാ വന്ന് ഈ പെട്ടിനെ കട്ടുകൊണ്ട് പോകല്. എന്നാൽ പ്രത്യേകിച്ച് അവരെന്ന് വെച്ചാൽ ഈ പെട്ടി അറിയുന്നുള്ള ആൾക്കാർ തന്നെ, തേനീച്ച പണി അറിയുന്നുള്ള ആൾക്കാർ തന്നെ. പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ ഈ അടയൊക്കെ വലിച്ചു കളഞ്ഞിട്ട് പോവുള്ളൂ. ഇവർ രാത്രി വണ്ടിയും കൊണ്ടുവന്ന് ഇങ്ങനെ കട്ടെടുത്തോണ്ട് പോവുക. അപ്പോഴേ എനിക്കിതൊരു വല്ലാത്ത സങ്കടമാണ്. എന്തെന്നറിയാം, നമ്മൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഈ കൃഷിക്ക് നമ്മൾ നടന്നിട്ട് ഭയങ്കര അധ്വാനം, രാവും പകലും ഇതിൻ്റെ പിന്നാലെ തിരിയുക. തങ്ങൾ കൃഷി ചെയ്യുന്ന വിവിധ പറമ്പുകളിൽ നിന്നും വേറെ കയർ കെട്ടി കൂടടക്കം കൊണ്ടുപോവുകയാണ് മോഷ്ടാക്കൾ ചെയ്തത്. അതുകൊണ്ട് ഈ കയറിനെ അഴിച്ചിട്ടിട്ട് ഈ കയറുകൊണ്ട് അതിനെ കത്തി കൊണ്ട് മുറിച്ചെടുത്തിരിക്കുക. അവർ കൊണ്ടുവന്ന കയറായത്. അവർ ഈ കയർ കൊണ്ട് കെട്ടിയാ കൊണ്ടുപോയിക്കണേ. അല്ലാതെ പുറത്തുള്ള ആൾക്കാരിൽ ഇത് അറിയുന്നുള്ള ആൾ തന്നെ എടുക്കുന്നുണ്ട്. രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കിയ കൃഷിയിടങ്ങളിലെത്തി തേനീച്ചക്കൂടുകൾ മോഷ്ടിച്ചവരെ ഉടൻ പിടികൂടണമെന്നാണ് ഇവരുടെ ആവശ്യം. കർഷകർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് കൊടിയത്തൂരിൽ നിരവധി വളർത്തുമൃഗങ്ങളെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കൊടിയത്തൂർ പഞ്ചായത്തിലെ കരിക്കാട് ഭാഗത്താണ് തെരുവുനായ വളർത്തുമൃഗങ്ങളെ കടിച്ചത്. പ്രദേശത്ത് ആരോഗ്യവകുപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. കുരിയക്കെട്ട് ജോസിൻ്റെ തൊഴുത്തിൽ പശുക്കിടാവിനെ നായ ആക്രമിച്ചിരുന്നു. പിന്നീട് നായയെ വൈകിട്ട് ചത്ത നിലയിൽ കണ്ടെത്തിയതോടെ ആശങ്കയിലായ നാട്ടുകാർ വയനാട് പൂക്കോട് വെറ്റിനറി ഹോസ്പിറ്റലിൽ പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് പേവിഷബാധയാണെന്ന റിസൾട്ട് പുറത്തു വന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെട്ട പട്ടിയെ പൂക്കോട് വെറ്റിനറി കോളേജിൽ കൊണ്ടുപോയി. അവിടെ നമ്മൾ പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ പറഞ്ഞ പ്രകാരം അവർ പോസ്റ്റ്മോർട്ടം നടത്തി അതിന് റാബീസ് ആണെന്ന് സ്ഥിരീകരിച്ച് പോസിറ്റീവ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ പഞ്ചായത്ത് അധികാരം എല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. നാളെ പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് അധികാരം ആലോചിച്ചിട്ട് വേണ്ട നടപടി സ്വീകരിക്കും. ഇപ്പോൾ കർഷകരോടും മറ്റും ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. വാർഡിൽ കരിക്കാട് എന്ന പ്രദേശത്ത് ജോസ് കുരിയക്കാട്ട് എന്ന വീട്ടിൽ അവരെ ആലയെ വന്ന് പശുവിനെ ഉപദ്രവിക്കുകയും അപ്രകാരം എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഉത്സവങ്ങളുടെ കാലമാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിലും ഉത്സവമായിരിക്കുന്നു അടുക്കുന്നു. അതോടൊപ്പം തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്കായി തലസ്ഥാന നഗരം ഒരുങ്ങുകയാണ്. നഗരത്തിൻ്റെ പല ഭാഗത്തും പൊങ്കാല കലങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്തും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. മാർച്ച് 3-നാണ് ആറ്റുകാൽ പൊങ്കാല. ഫെബ്രുവരി 23 മുതൽ മാർച്ച് 4 വരെയാണ് ഇത്തവണത്തെ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. മാർച്ച് 3-നാണ് പൊങ്കാല. അന്ന് ക്ഷേത്രത്തിന് 20 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല അടുപ്പുകൾ നീളും. പൊങ്കാലയെ വരവേൽക്കുവാൻ തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം പൊങ്കാലക്കലങ്ങളുടെയും മറ്റ് സാമഗ്രികളുടെയും കച്ചവടവും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ആളുകൾ കലങ്ങൾ വാങ്ങുവാനും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പൊങ്കാലയ്ക്ക് ഒരാഴ്ച മുന്നേ ആയിരിക്കും കച്ചവടം പൊടിപൊടിക്കുക. കച്ചവടം ഇനി കൊടിയേറിയതുകൊണ്ട് അടുത്ത തിങ്കളാഴ്ച കൊടിയേറണില്ലേ, അത് മുതൽ കച്ചവടം തുടങ്ങും. പൊങ്കാല ദിനത്തോടടുക്കും തോറും തിരക്ക് കൂടുമെന്നുള്ളതിനാൽ അതിനു മുൻപേ തന്നെ കലങ്ങൾ വാങ്ങിവെക്കാനുള്ള തിടുക്കത്തിലാണ് മറ്റു ചിലർ. നേരത്തെ എടുത്തു വെച്ചാൽ പിന്നീട് തിരക്കാവും, നമുക്ക് നോക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. ഒരാഴ്ചയോടെ കഴിഞ്ഞ് പിന്നെ ഈ ഭാഗത്തോട്ട് വരാനേ പറ്റത്തില്ല. പൊങ്കാല മഹോത്സവം കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുന്നതിനായുള്ള തയ്യാറെടുപ്പുകളാണ് സർക്കാരും കോർപ്പറേഷനും ആസൂത്രണം ചെയ്യുന്നത്.
ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്ന ഉത്സവമെന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആറ്റുകാൽ പൊങ്കാലയുടെ അവസാനഘട്ട ഒരുക്കത്തിലാണ് തിരുവനന്തപുരം നഗരം. ഇനി വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഒപ്പം ഒത്തുചേരലിന്റെയും ഉത്സവമായ ആ ദിനത്തിനായുള്ള കാത്തിരിപ്പാണ്. ക്യാമറാമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. വായനാശീലത്തെക്കുറിച്ചാണ് ഇനി. വായന വേണമെങ്കിൽ ഒരു വായനശാല തന്നെ നമുക്ക് വേണം. ഒരു ഗ്രാമത്തിൻ്റെ സാംസ്കാരിക മുഖമാണ് വായനശാലകൾ. ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ വായനയും വായനശാലകളും പലയിടത്തും ഓർമ്മകളായി മാറുകയാണ്. എന്നാൽ ഇടുക്കി ഉടുമ്പൻചോല പള്ളിക്കുന്നിലെ വായനശാല ഇന്നും ഗ്രാമത്തിൻ്റെ സാംസ്കാരിക ഉണർവായി നിലകൊള്ളുകയാണ്. പല പ്രതിസന്ധികളിൽപ്പെട്ട് പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥയിലേക്കെത്തിയപ്പോഴും ഉടുമ്പൻചോല പള്ളിക്കുന്നിലെ ഗ്രാമീണ വായനശാലയെ കൈവിടാൻ പ്രദേശവാസികൾ തയ്യാറായില്ല. വരും തലമുറയെ വായനയിലേക്കും അറിവിന്റെ ലോകത്തേക്കും കൈപിടിച്ച് നയിക്കണമെന്ന ദൃഢനിശ്ചയമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി. 1973 പള്ളിക്കുന്നിൽ വായനശാലയും അതോടനുബന്ധിച്ച് ജൂബിലന്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും പ്രവർത്തനം ആരംഭിച്ചത്. ഇടക്കാലത്ത് പുസ്തകങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച് പ്രവർത്തനം മന്ദീഭവിച്ചെങ്കിലും 2000 ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 1000-ലധികം പുസ്തകങ്ങൾ സമാഹരിച്ചു. അങ്ങനെ പ്രവർത്തനം വീണ്ടും ഊർജിതമാക്കി. കലാകായിക മത്സരങ്ങളിലൂടെ ഗ്രാമത്തെ സജീവമായി നിലനിർത്തുന്നതിലും ക്ലബ്ബ് നിർണായക പങ്ക് വഹിച്ചു. നവമാധ്യമങ്ങളുടെ കടന്നുവരവോടെ പ്രവർത്തനം വീണ്ടും നിർജീവമായെങ്കിലും പള്ളിക്കുന്നിലെ ജനങ്ങൾ വായനശാലയെ മറന്നില്ല. പുതിയ ഭരണസമിതി രൂപീകരിച്ചതോടെ വായനശാലയ്ക്ക് പുതുജീവൻ ലഭിച്ചു. കുറേ പുസ്തകങ്ങൾ, ഏകദേശം ഒരു അന്നത്തെ കാലത്ത് 50,000 രൂപയുടെ പുസ്തകങ്ങൾ കിട്ടി. പിന്നെ ഒരു 400 പുസ്തകങ്ങളോളം നമ്മൾ ഈ വീടുകളിൽ നിന്നും മറ്റുമായിട്ട് ഓരോ സന്മനസ്സുള്ളവരിൽ നിന്നും വാങ്ങി 2020 മാർച്ച് മാസം 21-ാം തീയതി പിന്നെ സ്റ്റാർട്ട് ചെയ്തു. പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കെട്ടിട നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു നാടിന് അറിവിന്റെ വെളിച്ചമായി നിന്ന ഗ്രന്ഥശാലയുടെ ജൂബിലി ആഘോഷങ്ങൾ നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഭാരവാഹികൾ. അമൃത ന്യൂസ്, ഇടുക്കി. പലതരത്തിലുള്ള കഴിവുള്ള പലരും നമ്മൾക്ക് ചുറ്റുമുണ്ട്. പക്ഷേ നമ്മൾ പലരും തിരിച്ചറിയാതെ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഓട്ടോറിക്ഷ ഓടിക്കുമ്പോഴും കുട്ടിക്കാലത്ത് മനസ്സിൽ ചേക്കേറിയ കായിക സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി മുന്നേറുകയാണ് തൃശ്ശൂർ മണ്ണമ്പേട്ട സ്വദേശിയായ സനോജ്. തൃശ്ശൂരിൽ പ്രസന്ന ഓഫീസറായും ജോലി ചെയ്ത സനോജ് ഒരു സർവകലാ വല്ലഭൻ തന്നെയാണെന്ന് പറയാൻ കഴിയും. സിനിമാമുഖിയും കായികപ്രേമിയും ഒക്കെയായ സനോജിൻ്റെ വിശേഷങ്ങൾ അറിയാം. യൂണിഫോം സർവീസ് സ്വപ്നം കണ്ടാണ് മണ്ണമ്പേട്ടയിലെ PK സനോജ് കേരളവർമ്മ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നത്. പക്ഷേ കാലം അനുകൂലമായിരുന്നില്ല. ഓട്ടോറിക്ഷ തൊഴിലാളിയായി ജീവിതം തുടങ്ങിയെങ്കിലും സ്വപ്നം കൈവിട്ടില്ല. സ്പോർട്സ് ഇനങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ചാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികമായെങ്കിലും യൂണിഫോം അണിയുന്ന ജോലി ചെയ്യാമെന്ന വിവരം കിട്ടി. കായികക്ഷമതയുണ്ട്. അതിനാൽ ആദ്യം ഓട്ടമത്സരം എന്ന യജ്ഞത്തിലേക്ക് കടന്നു. മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ 100-200 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടി. മലേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നടന്ന രാജ്യാന്തര മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിലും പങ്കെടുത്ത് ജയം നേടി. ഇതിൽ പങ്കെടുക്കാനായി നാട്ടിൽ നിന്നുള്ള സ്പോൺസർമാരുടെ സഹായമുണ്ടായി. പിന്നീട് മാസ്റ്റേഴ്സ് നീന്തലിൽ മെഡലുകൾ കൊയ്തു. അപ്പോഴാണ് തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് അറിയിപ്പെത്തിയത്. തൃശൂർ സെൻട്രൽ ജയിലിലേക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിൽ 6 മാസത്തേക്ക് സനോജിനെ നിയമിച്ചു. ജയിൽ യൂണിഫോം ഇട്ട ജോലി ചെയ്തു. 179-ാം ദിവസം ജോലിയിൽ നിന്നും വിടുതൽ ചെയ്തപ്പോൾ ജയിൽ സൂപ്രണ്ട് നല്ല സേവനത്തിനുള്ള സർട്ടിഫിക്കറ്റും നൽകി. ഞാൻ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചിരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 100 മീറ്റർ റിലേയിൽ സെക്കൻഡ് വന്നിരുന്നു. പിന്നെ അങ്ങോട്ട് ജോലിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ പ്രീ ഡിഗ്രി വരെ പഠിച്ചുള്ളൂ. പിന്നെ അവിടെ നിന്ന് കുറച്ചാൾ അങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഉപജീവന മാർഗ്ഗമില്ലാണ്ടപ്പോൾ വീണ്ടും ഓട്ടോറിക്ഷയിലേക്ക് വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അവിടെ മാസ്റ്റേഴ്സ് മീറ്റിന് പോയി. കേരള സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു. അന്നും നീന്തലില്ല. കേരള സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു. പിന്നെ നാഷണൽ സെക്കൻഡ് 2 മെഡൽ വന്നിരുന്നു. പിന്നെ ആദ്യമായിട്ട് മലേഷ്യയിൽ പോയി അവിടെ ഫൈനലൊന്നും കയറിയില്ല. പിന്നെ ഇന്തോനേഷ്യയിൽ മെഡൽ വന്നു. പിന്നെ ആ വർഷം തന്നെ സംസ്ഥാന നീന്തൽ ചാമ്പ്യനായി. പിന്നെ തുടർച്ചയായിട്ട് 3-4 രാജ്യങ്ങളിൽ പോയി. ഇവിടെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ എനിക്ക് പ്രസന്ന ഓഫീസറായിട്ട് കിട്ടി. ഇപ്പോൾ ലാസ്റ്റ് പോകുമ്പോഴാണ് നമ്മുടെ തായ്ലാൻഡിലേക്കാണ് പോകുന്നത്. സിനിമാ മോഹം കലശലായപ്പോൾ ചെറിയ വേഷങ്ങൾ ചെയ്തു. ഫഹദ് ഫാസിലിനെ അനുകരിച്ച വേഷമിട്ട് സ്റ്റേജ് ഷോകളും ചെയ്തു. ടെലി സീരിയലുകളിലും വേഷമിട്ടു. ഞാൻ കൂടുതൽ സന്തോഷ് പണ്ഡിൻ്റെ പടത്തിൽ വില്ലൻ ക്യാരക്ടർ ചെയ്തിരുന്നതാണ്. അതാണ് എൻ്റെ ബിഗ് സ്ക്രീൻ. പിന്നെ മറ്റുള്ള പടം എന്ന് പറഞ്ഞാൽ സുരാജാൻ്റെ കൂടെ പോലീസ് വേഷം ചെയ്യുന്നത്. ലാസ്റ്റ് പടം ചെയ്യുന്നത് മോഹൻലാലിൻ്റെ മോളുടെ കൂടെയാണ്. പിന്നെ റോമയുടെ ആ പടത്തിൽ അത് നല്ലൊരു വേഷമാണ്. പോലീസുകാരനായിരുന്നു. ഞാൻ ജയിലിൽ വർക്ക് ചെയ്ത കാരണം അവരെന്നെ അതിലെടുത്ത് ഒത്തിരി ഒരു 3-5 സീനുണ്ട്. രാവിലെ 10 വരെ വീട്ടിൽ കൃഷിപ്പണി.
ശേഷം ഓട്ടോയുമായി തൃശ്ശൂരിലേക്ക്. വീട്ടിലെത്തിയാൽ ഓട്ടം, നീന്തൽ പരിശീലനങ്ങൾ. അങ്ങനെ പോകുന്നു സനോജിന്റെ ദിനചര്യ. അമൃത ന്യൂസ്, തൃശ്ശൂർ. ഹവായിലെ കിലൗയ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. 300 മീറ്ററോളം ഉയരത്തിൽ ലാവ ഉറവകൾ തീതുപ്പുന്നതിൻ്റെ വീഡിയോ US ജിയോളജിക്കൽ സർവേ പുറത്തുവിട്ടു. 2024 അവസാനം മുതൽ ഇതുവരെ 42 തവണയാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. അമേരിക്കൻ സംസ്ഥാനമായ ഹവായ് ഒരു ദ്വീപ് സമൂഹമാണ്. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് പടിഞ്ഞാറായും ജപ്പാൻ്റെ തെക്ക് കിഴക്കായും ഓസ്ട്രേലിയയുടെ വടക്ക് കിഴക്കായിട്ടുമാണ് ഹവായ് സ്ഥിതി ചെയ്യുന്നത്. വിവാഹ വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ച കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്നും ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഹാജരാകും. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഹാജരായത്. ഇന്നും നാളെയും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അതേസമയം അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നത്. തിരുവനന്തപുരത്തും പാലക്കാടും വെച്ച് യുവതിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ഈ കാലയളവിൽ രാഹുൽ ഉപയോഗിച്ച ഫോൺ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടുവെങ്കിലും കൈമാറിയിട്ടില്ല. ഫോണുകൾ വിറ്റുവെന്നും നഷ്ടമായതുമാണ് മറുപടി. ചില ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടിയും ഉണ്ടായില്ല. ഹൈക്കോടതി രാഹുലിന് ഈ കേസിൽ ജാമ്യം അനുവദിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ കേസിലെ അതിജീവിതയെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിന് അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുക. കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് എന്ന കർശന വ്യവസ്ഥയോടെയായിരുന്നു കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. എന്നാൽ വീണ്ടും പരാതിക്കാരിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചതാണ് രാഹുൽ ഈശ്വറിന് തിരിച്ചടിയായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ നിന്നും കെ ബാബു ഇത്തവണ മത്സരിക്കാനില്ല എന്നാണ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ ബാബുവിന് പകരം ആര് എന്ന ചർച്ച പാർട്ടിയിൽ സജീവമായി കഴിഞ്ഞു. ഹൈന്ദവ വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലത്തിൽ BJP വലിയ മുന്നേറ്റമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. 4 പേരുകളാണ് കോൺഗ്രസിൽ ഉയർന്നു കേൾക്കുന്നത്. 1991 MM ലോറൻസിനെ തോൽപ്പിച്ചാണ് കെ ബാബു തൃപ്പൂണിത്തുറ മണ്ഡലം UDFനൊപ്പം ചേർക്കുന്നത്. പിന്നീട് ബാബുവിന്റെ സ്വന്തം മണ്ഡലമായി തൃപ്പൂണിത്തുറ മാറി. 2016 M സ്വരാജ് വിജയിച്ചുവെങ്കിലും 21 കെ ബാബു തിരിച്ചു വന്നു. എന്നാൽ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു. ഇത്തവണ മത്സരത്തിനില്ലെന്ന് അദ്ദേഹം തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. പുതിയൊരു ആളെ തിരയുകയാണ് കോൺഗ്രസ്. അദ്ദേഹം മത്സരിക്കാൻ വലിയ താല്പര്യനല്ല, കാര്യം ആലോചിക്കും. മറ്റൊരാളെ ആലോചിക്കേണ്ടി വരുള്ളൂ. ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള ഇടമാണ് തൃപ്പൂണിത്തുറ. ഹിന്ദു വോട്ടുകൾ ഭൂരിപക്ഷമുള്ള മണ്ഡലം. കോൺഗ്രസ് പട്ടികയിൽ എറണാകുളം DCC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് വക്താവുമായ രാജു P നായരുടെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. മറ്റൊരാൾ നടൻ രമേശ് പിഷാരടിയാണ്. തമ്പി സുബ്രഹ്മണ്യം, M ലിജു എന്നിവരും ചർച്ചയിലുണ്ട്. LDFനും UDFനും തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. BJP അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ ഇരട്ടിയിലധികം വോട്ടുകൾ തൃപ്പൂണിത്തുറയിൽ നേടേണ്ടി വരും. അമൃത ന്യൂസ്, കൊച്ചി. ചരിത്രത്തിലില്ലാത്ത വികസനമാണ് പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം ഉണ്ടായതെന്ന് MLA P നന്ദകുമാർ. ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്നും MLA അമൃത വാർത്തകളോട് പറഞ്ഞു. അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സമഗ്രമായ വികസനത്തിൻ്റെ രൂപത്തിലേക്കുള്ള ധാരണ വെച്ചുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പൊന്നാനി കുതിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു സമഗ്രമായ വികസനം പൊന്നാനി നടക്കുകയാണ്. വികസനത്തിൽ കുതിപ്പ് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഈ മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമായി പൊന്നാനി മാറിക്കഴിഞ്ഞു. അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയും കുറേ സ്വപ്ന പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ പദ്ധതികൾ അത് പ്രധാനമായിട്ടും ടൂറിസം മേഖലയ്ക്കകത്തും വ്യാവസായിക മേഖലയ്ക്കകത്തുമാണ്. അതിനും ഉള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നാനിത്തെ രാഷ്ട്രീയമായിട്ടുള്ള ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വെച്ചുകൊണ്ട് മാത്രം അളക്കാൻ കഴിയുന്നതല്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേറോട്ടുള്ളൂ. ഇപ്പോഴും ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണിത് നമുക്കുള്ളത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത്. ഇടതുപക്ഷം എന്താണ് എന്ന് തെളിയിച്ചു കൊടുക്കണം. ഈ പ്രചരണങ്ങളും ഞങ്ങൾക്കെതിരായ പ്രചരണങ്ങളൊക്കെ നടക്കും. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വരുമ്പോൾ നടക്കും. പക്ഷേ വസ്തുതാപരമാവണം. ഞങ്ങൾ ചോദിക്കുന്നത് വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ നയം ഇടതുപക്ഷ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ട് ഈ കിഫ്ബി പദ്ധതിയിൽ കൂടി പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ തീരുമാനിച്ചു? വികസനത്തിന് ഒരു കാഴ്ചപ്പാട് ഈ പുതിയ പദ്ധതികൾ കൊണ്ടുവരില്ലേ. ഇവിടെ ഒന്നും നടക്കില്ല എന്നല്ല, നടക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞ 1700 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരികയാണ്. ഒരു മണ്ഡലത്തിലാണ് വരുന്നത്. അപ്പോൾ കേരളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന ഇൻവെസ്റ്റേഴ്സ് മുടക്കാൻ തയ്യാറുള്ള പദ്ധതികൾ ഈ 5 കൊല്ലം കൊണ്ട് വന്നിട്ടുണ്ട്. 3.5 ലക്ഷം സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട്. ഇനിയും വരണം, ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല.
ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തും ശക്തിയും കൂടുതൽ വർദ്ധിക്കേണ്ട ചെയ്യും. ജനങ്ങളുടെ പ്രസ്ഥാനമാണിത്, ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രസ്ഥാനമാണിത്. അതിൻ്റെ ഒരു ഗവൺമെൻറ്റാണുള്ളത്. ആ ഗവൺമെൻറ് തുടർച്ച ഉണ്ടാവും. ഇനി ബിസിനസ് വാർത്തകൾ നോക്കാം. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാര്യമായ ഒരു നേട്ടം വിപണിയിലുണ്ടായിരുന്നു. ഇന്നും ആ ഒരു പ്രതിഫലനം ഉണ്ടാകുമോ? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. വലിയ തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കണം. ഇന്നലെ നല്ലൊരു നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും അവസാന അരമണിക്കൂറിൽ വലിയ തോതിലുള്ള നിക്ഷേപം ഉണ്ടാവുകയും അങ്ങനെ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. 25,600 മുകളിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റിയിൽ ഈ ഒരു നിലവാരത്തിൽ വ്യാപാരം തുടരുന്നത് വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുടർന്നേക്കുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നിക്ഷേപത്തിലായിരുന്ന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. ഇന്നലെയും വിൽപ്പന തുടർന്നു. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായ നിലപാട് ഇന്നത്തെ വിപണിയുടെ നേട്ടത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ബാങ്കിങ് മേഖലയാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപ താല്പര്യമുണ്ടായത്. ഒരു വേള നഷ്ടത്തിലായിരുന്ന ബാങ്കിങ് സൂചികയിൽ അവസാനം ബാങ്ക് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ 700 പോയിന്റിൻ്റെ നേട്ടത്തിൽ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ബാങ്കിങ് മേഖലയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. എന്നാൽ ഓട്ടോ, IT തുടങ്ങിയ മേഖലയിൽ കാര്യമാത്ര നിക്ഷേപ താല്പര്യം ഉണ്ടായിട്ട് ഈ 2 മേഖലകളിലും നിക്ഷേപ താല്പര്യം തുടരുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നിക്ഷേപ താല്പര്യം ഇപ്പോൾ തുറന്നേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. വരും ദിവസങ്ങളിലും ഉയർന്ന തോതിൽ കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കും വേണം. 25,800 എന്നുള്ള നിലവാരമായിരിക്കും മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് സാങ്കേതികമായി ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്ന. ആ ഒരു നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തുടർച്ചയായ ഒരു നേട്ടം വിപണി പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇന്നെന്തായാലും ഇന്നലത്തേതിൽ നിന്ന് മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക. എന്തായാലും വിപണിയിൽ ആശ്വാസമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലെ എടത്വ വെട്ടുതോട് വളവിൽ വാഹന അപകടങ്ങൾ പതിവാകുന്നു. ഈ വളവിലുണ്ടായ അപകടങ്ങളിൽ ഇതുവരെ ജീവൻ നഷ്ടമായത് 4 പേർക്കാണ്. അപകട സ്ഥലങ്ങളിൽ അപായ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുകയോ ട്രാഫിക് നിയന്ത്രണം കർശനമാക്കുകയോ ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 2 വർഷത്തിനുള്ളിൽ 4 മരണവും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളുമാണ് പ്രദേശത്തുണ്ടായത്. റോഡിലെ വളവിൽ വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് അപകടക്കെണിയാകുന്നത്. ഈ പ്രദേശം മഴക്കാലമായാൽ യാത്രക്കാരുടെ പേടി സ്വപ്നമാണ്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ടാണ് അപകടത്തിൽപ്പെടുന്നത്. ദൂരെ നിന്നെത്തുന്ന വാഹനങ്ങൾ വളവിന്റെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് മറുഭാഗത്ത് നിന്ന് വാഹനങ്ങൾ വരുന്നത് ശ്രദ്ധിക്കുന്നത്. ഇതോടൊപ്പം റോഡിന്റെ വളവും ചരിവും വാഹനങ്ങളുടെ നിയന്ത്രണം തെറ്റുന്നതിന് കാരണമായിട്ടുണ്ട്. 3 പേര് മരണപ്പെടുകയും ഏതാണ്ട് 9ഓളം ആൾക്കാർക്ക് അപകടത്തിൽ വളരെ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുകയാണ്. അപ്പോൾ ഇതിന് അടിയന്തരമായ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇതിന് അടിയന്തര പരിഹാരം, ഒന്നിൽ ഇവിടെ സ്പീഡ് ബ്രേക്കർ വെക്കുമോ, ഇല്ലേ ഡേഞ്ചർ ലൈറ്റ് വെക്കുമോ, ഏത് തരത്തിലാണ് ഇതിനെ രക്ഷിക്കാൻ സാധിക്കുന്നത്, വീണ്ടും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. 3 മാസം മുൻപുണ്ടായ അപകട മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ട്രാഫിക് കോൺ സ്ഥാപിച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ അതും തകർത്താണ് വാഹനങ്ങൾ പായുന്നത്. ട്രാഫിക് സിഗ്നലും സ്പീഡ് ബ്രേക്കറും CCTVയും സ്ഥാപിച്ചാൽ മാത്രമേ അപകടങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. അതിവേഗത്തിൽ പോകുന്ന യാത്രക്കാരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാനും ലൈസൻസ് റദ്ദു ചെയ്യാനുമുള്ള നടപടി ട്രാഫിക് വകുപ്പ് സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസും വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ സ്ഥലത്ത് വീണ്ടും ജീവൻ പൊലിയാൻ കാരണമാകും. അമൃത ന്യൂസ്, ആലപ്പുഴ. അരനൂറ്റാണ്ടിലേറെ കാലമായിട്ടുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി കാസർഗോഡ് പയസ്വിനി പുഴയിൽ കിഫ്ബിയുടെ ചൊട്ടാപ്പാലം യാഥാർത്ഥ്യമായി. ഉദുമ നിയോജക മണ്ഡലത്തിലെ ബേഡടുക്ക, മുളിയാർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം 18.5 കോടി രൂപ ചിലവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. മലയോര മണ്ണിൽ വികസന കുതിപ്പിനായി മാറുകയാണ് കിഫ്ബിയിൽ നിർമ്മിച്ച ചൊട്ടാപ്പാലം. മലയോര മണ്ണിൽ ഗതാഗതത്തിനായി കിഫ്ബിയിലൂടെ വികസനത്തിന്റെ പുതുവഴി തുറന്നിരിക്കുകയാണ്. അതിന്റെ നേർക്കാഴ്ചയാണ് പയസ്വിനിപ്പുഴയിൽ യാഥാർത്ഥ്യമായ ചൊട്ടാപാലം. നാട്ടിലൊരിക്കലും വരില്ലെന്ന് കരുതിയ പാലം കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാകുമ്പോൾ അരനൂറ്റാണ്ടിലേറെയായി യാത്രാക്ലേശം അനുഭവിച്ച ഉദുമ നിയോജക മണ്ഡലത്തിലെ മലയോര ജനത ഒന്നടങ്കം ആഹ്ലാദത്തിലാണ്. കഴിഞ്ഞ 55 വർഷക്കാലമായി കടത്ത് തോണിയിലൂടെ ആളുകൾ മറുകരയെത്തിയ പ്രദേശത്താണ് വികസന കുതിപ്പായി പാലം ഉയർന്നത്.
മലയോര ഗ്രാമപഞ്ചായത്തുകളായ മുളിയാറിനെയും ഭേടെടുക്കയെയും ബന്ധിപ്പിക്കുന്ന റോഡ് പാലത്തിന്റെ നിർമ്മാണത്തിനായി 2023 മെയ് മാസത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തറക്കല്ലിട്ട് പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. 4 സ്പാനുകളും 2 അബാർഡുകളുമായി 138 മീറ്റർ നീളത്തിലും ഫുട്പാത്ത് ഉൾപ്പെടെ 12 മീറ്റർ വീതിയിലുമാണ് ചൊട്ടാപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തോട് ചേർന്ന് മുളിയാർ ഭാഗത്തേക്ക് 800 മീറ്ററിലും ഭേടെടുക്ക പ്രദേശത്തേക്ക് 1 കിലോമീറ്റർ ദൂരത്തിലും അപ്രോച്ച് റോഡും പൂർത്തിയായിട്ട് മാസങ്ങളായി. മെക്കാടൻ ചെയ്ത റോഡ് പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇത് കിഫ്ബിയിലൂടെ കൈവന്ന സ്വപ്ന സാക്ഷാത്കാരമെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മുടെ നാടിൻ്റെ ഒരു ചിരകാല അഭിലാഷം ആണ് ഈ ചൊട്ടാപ്പാലം. ഇത് നമ്മുടെ ഉദുമ MLA ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പാലം ഇവിടെ യാഥാർത്ഥ്യമായത്. ചൊട്ട എന്ന സ്ഥലമാണ്. ഏകദേശം ബത്തക്കുമ്പരി എന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ റോഡും അതുപോലെ ചൊട്ടയിൽ നിന്ന് 1 കിലോമീറ്റർ റോഡ് ഫോറസ്റ്റിൻ്റെ അതിർത്തി വരെയും ഈ പാലത്തിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ്. 18.5 കോടി രൂപയുടെ ഗിഫ്റ്റിയിൽ നിന്ന് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഗിഫ്റ്റ് കൊണ്ടുവന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഗിഫ്റ്റിയുടെ എഞ്ചിനീയർമാരും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ വന്ന് ഈ പ്രദേശത്ത് ഈ പാലം ആവശ്യമാണെന്ന് അവരുടെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലം ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഈ പാലം ഉപകാരപ്പെടുന്നത് കുണ്ടംകുഴി മുതൽ ദൊഡ്ഡുവയൽ, തോണിക്കടവ്, ബത്തക്കുമ്പരി, അതുപോലെ തന്നെ കാഞ്ഞങ്ങാടിൽ നിന്ന് വെളുപ്പവഴി പെരിയായിൽ നിന്ന് കുണ്ടംകുഴിയിലേക്ക് എത്തിച്ചേർന്ന് ഈ ഇരിയണ്ണി വഴി മംഗലാപുരം പോകാനും സുള്ളിയ പോകാനും അതുപോലെ തന്നെ കർണാടകയിലേക്ക് പോകാനും വളരെ എളുപ്പമായിട്ടുള്ള വഴിയാണ് ഈ ചൊട്ടാപ്പാലത്തെ കൂടി ഉള്ളത്. ഇവിടുന്ന് കാസർഗോഡേക്ക് കൃത്യം 19 കിലോമീറ്റർ ഈ ചൊട്ടാപ്പാലത്ത് നിന്നും കാസർഗോഡേക്ക് ഉള്ളൂ. കുണ്ടംകുഴിയിൽ നിന്ന് പോവുകയാണെങ്കിൽ കരിച്ചേരി വളവ് അതുപോലെ പൊയിനാച്ചി തെക്കൽ വളവൊക്കെ കഴിഞ്ഞ് വേണം കാസർഗോഡ് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ചൊട്ടാപ്പാലം യാഥാർത്ഥ്യമാകും വരെ അരനൂറ്റാണ്ടിലേറെ കാലമായി 2 ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾ മറുകരയെത്താനായി ആശ്രയിച്ച കടത്തുതോണി ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. പയസിനിപ്പുഴ കടന്നുള്ള തോണിയാത്ര 2025 ഡിസംബർ മാസം വരെ തുടരുകയുണ്ടായി. കിഫ്ബി പദ്ധതിയിലൂടെ പാലം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷം പങ്കുവെക്കവേ കഴിഞ്ഞ 50 വർഷക്കാലമായി ജനങ്ങളെ തോണിയിലൂടെ ഇരുകരയെത്തിച്ച പ്രദേശവാസിയായ പാലക്കാൽ മോഹൻ പയസ്വിനിയിൽ പാലമില്ലാത്തതിനാൽ കഴിഞ്ഞ കാലങ്ങളിൽ നാടനുഭവിച്ച ദുരിതത്തെക്കുറിച്ച് വിശദമാക്കി. ചൊട്ടാപ്പാലം നിർമ്മാണത്തിനായി 1 ഏക്കർ 40 സെന്റ് സ്ഥലം ഇദ്ദേഹം വിട്ടു നൽകുകയും ചെയ്തു. തോട്ടത്തിൽ ജോലി ചെയ്യാനും കൃഷി നോക്കാനെല്ലാം ഈ ഭാഗത്ത് ലേബർ തൊഴിലാളികൾ വരണം. അപ്പോൾ എന്താക്കിയാണ് 79 സ്വന്തം തോണി ഉണ്ടാക്കിയിട്ട് ഈ ഭാഗത്തേക്ക് കടത്താൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നാട്ടുകാരായ ഈ ഇരിയണ്ണി ഭാഗത്തുള്ളവരും കുണ്ടംകുഴി തോണിക്കടവ് ആ ഭാഗത്തുള്ളവർക്കെല്ലാം മുള്ളേരിയം ഭാഗത്ത് ബന്ധുക്കളെല്ലാം ഉണ്ട്. അങ്ങനെ പോകാനും ഇരിയണ്ണി ഭാഗത്തുള്ളവർക്ക് കുണ്ടംകുഴി അമ്പലമായിട്ട് ബന്ധപ്പെടാനും സൗകര്യം വേണമെന്ന് പറഞ്ഞ് ഞാനപ്പോൾ തുഴയുന്ന ആളാണ്. അക്കരക്കരയും വിട്ടുകൊടുത്തു. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ 42 വർഷത്തെ സർവീസുണ്ട് ആ തോണി കടത്തി. അപ്പോഴേക്ക് ഈ കിഫ്ബി ഫണ്ട് വരാൻ തുടങ്ങി നാട്ടിലേക്കെല്ലാം. എന്ത് വേണ്ട സൗകര്യത്തിന് മുഖ്യമന്ത്രിയുടെ ഇതും വന്നു. എല്ലാം ശരിയാവുന്നില്ലൊരു വാക്കും വന്നു മുഖ്യമന്ത്രിയുടെ. ഗ്രാമീണ റോഡ് ചൊട്ടപ്പാലത്തിന് വേണ്ടിയിട്ട് 15 കോടി ഇട്ടിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ മനസ്സിലേക്ക് നല്ല സന്തോഷമായി. ഇതെല്ലാം ചോദിച്ചിട്ട് വന്ന് വലിയ പാലമല്ലേ പറഞ്ഞിട്ട് നല്ല സന്തോഷമായി. 1980 കാലഘട്ടങ്ങളിൽ നമ്മളെ വീട്ടിൽ നിന്ന് മുളിയാർ പഞ്ചായത്തിലെ ബന്ധുക്കളെല്ലാം സന്ദർശിക്കണമെങ്കിൽ നമ്മൾ പുഴ കടന്നിട്ട് പോകണം. അപ്പോൾ മഴക്കാലത്ത് പുഴ കടത്തുന്നത് നമ്മൾ മോഹനേട്ടനാണ്. അപ്പോൾ ഒരു തോണി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മോഹനേട്ടനാണ് ഒരു പ്രതിഫലവും വാങ്ങാതെ നമ്മൾക്ക് തോണി അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് മോഹനേട്ടൻ ഇതിന് ഒരു പാലത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം നിവേദനങ്ങളും ഒക്കെ കൊടുത്തത്. ആ മോഹനേട്ടൻ അത്രമേലും അവരെ സ്ഥലങ്ങളെല്ലാം വിട്ടുകൊടുത്ത് നിരന്തരം നിവേദനം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പാലം അനുവദിച്ചു തന്നത്. അപ്പോൾ ഈ പാലം കിട്ടിയതുകൊണ്ട് നമ്മളെ 2 ബേഡകം പഞ്ചായത്തിനെയും മുളിയാർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള സന്തോഷമുണ്ട്. അപ്പോൾ ഇതിന് മുൻകൈ എടുത്ത നല്ല താല്പര്യാർത്ഥം നമ്മളെ CH കുഞ്ഞുമ്പ് MLA ആണ് അവസാനം ഇതിന് മുൻകൈ എടുത്ത് നടത്തിയത്. അവർക്കൊരു പ്രത്യേക അഭിനന്ദനം കൊടുക്കേണ്ടതാണ്. ജനങ്ങൾ അവിശ്വസനീയമെന്ന് കരുതിയ കാര്യമാണ് കിഫ്ബിയിലൂടെ ചൊട്ടയിൽ യാഥാർത്ഥ്യമായതെന്നും കിഫ്ബി പദ്ധതിയിലൂടെ പാലം നിർമ്മിച്ചതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരെന്നും ഉദുമ MLA CH കുഞ്ഞമ്പ് പറഞ്ഞു. MLAയുടെ ജന്മസ്ഥലമായ പ്രദേശം കൂടിയാണ് ഇവിടെ. കിഫ്ബി പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ 20 കോടി രൂപ അനുവദിക്കുകയും അതിന്റെ ഭരണാനുമതി സാങ്കേതികാനുമതി ഒക്കെ നടന്നതിന് ശേഷം ടെൻഡർ വിളിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയുമാണ്.
ഇപ്പോൾ പാലം പണി പൂർണ്ണമായും 100% പൂർത്തിയായിട്ടുണ്ട്. ആ പാലം വന്നതോടുകൂടി ബേഡകം പഞ്ചായത്തിലെ ബേഡകം, കുണ്ടംകുഴി, ദീപങ്കാല് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് മുളിയാർ പഞ്ചായത്തുമായി ബന്ധപ്പെടാൻ വളരെ എളുപ്പമായി. ഇരിയണ്ണി, കാനത്തൂർ, അതുപോലെ തന്നെ ഈ ബേപ്പ്, ഭയം തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് കുണ്ടംകുഴിയിലേക്ക് ബന്ധപ്പെടാം. ഈ 2 പഞ്ചായത്തുകളിലെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്നതിന് ഏറ്റവും സുഖകരമായൊരു പാലമായിട്ടുള്ള പാലമാണ്. കിഫ്ബിയിലേക്ക് ഒരിക്കലും ആ പാലം വരില്ല. കിഫ്ബിയിൽ അംഗീകരിച്ച പാലമാണ് ചോട്ടാപ്പാലം. ജനങ്ങളെല്ലാം വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് പാലത്തെ എല്ലാവരും നല്ല തോതിൽ സ്ഥലം വിട്ടുകൊടുത്തു. 1 ഏക്കർ വരെ സ്ഥലം വിട്ടുകൊടുത്ത ആളുകളുണ്ട്. അതൊക്കെ തെങ്ങ് മുറിച്ച് സ്ഥലം വിട്ടുകൊടുത്ത ആളുണ്ട്. ഇപ്പൊ ഫോറസ്റ്റ്, ഇപ്പൊ ഇരിയണ്ണിയിൽ നിന്ന് ചൊട്ട വരെ ഉള്ള ഫോറസ്റ്റ് ഭൂമിയുണ്ട്. അതിന് അനുമതിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുകൂടി കിട്ടിയാൽ നമുക്ക് ആ റോഡ് കൂടി വികസിപ്പിക്കാം. കുണ്ടംകുഴിയിൽ നിന്ന് ചൊട്ടയിലേക്കുള്ള റോഡുണ്ട്. അതൊരു 200 മീറ്റർ ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഭാഗം അടുത്ത തന്നെ വികസിപ്പിക്കും. അതോടുകൂടി ഏറ്റവും മികച്ച ഒരു റോഡും പാലവുമായിട്ട് അത് മാറും. ഈ പാലം വേണമെന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ വരുമെന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. വന്ന് അവിടെ പാലമാകുന്നത് വരെയും ജനം അത് അവിശ്വസനീയമായി തന്നെയാണ് കരുതിയത്. പക്ഷെ പാലം വന്നതോടുകൂടി ആ നാട് രക്ഷപ്പെട്ടു. പിന്നെ അതിന്റെ തൊട്ടടുത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഈ ബേഡകം പഞ്ചായത്തിലെ ഈ പറയുന്ന പാലം നിൽക്കുന്നതിന് 1 കിലോമീറ്റർ അകലെയാണ് ഞാനും ജനിച്ചു വളർന്നത്. അന്ന് ഇരിയണ്ണി സ്കൂളിലേക്ക് ഒക്കെ പോകണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പ്രായോഗികമായിട്ട് പറ്റുമായിരുന്നില്ല. കാരണം ഞാനെല്ലാം പഠിക്കുന്ന കാലത്ത് ഇരിയണ്ണിലേക്ക് പോകുക, നടന്നിട്ട് പോകുക, പുറ കിടക്കണം, ഭയങ്കര പ്രശ്നമായിരുന്നു. അതല്ലെങ്കിൽ ഈ ചെർക്കള വഴി പോകണം, പൊയിനാച്ചി ചെർക്കള വഴി. അപ്പൊ ആ സ്ഥാനത്താണ് 10 മിനിറ്റിന്റെ വേണ്ട, കുണ്ടംകുഴിയിൽ നിന്ന് പുറപ്പെട്ടാൽ 5-6 മിനിറ്റ് കൊണ്ട് ചെടിക്കും. യാത്രാ സൗകര്യത്തിന് ഇത്ര എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റിയ മറ്റൊരു പാലമാണ്. അത്ര എളുപ്പമാണ് ആ പാലം തോന്നുന്നത് ആ നാട്ടിലുണ്ടായത്. കിഫ്ബി ആണ് അത് പണ്ട് വന്ന കിഫ്ബി എന്ന സംവിധാനം. ഇപ്പൊ തിക്ലാലിറ്റി റോഡ്, ബേത്തൂർ, പിന്നെ കുറ്റിക്കോൽ, ബേത്തൂർപ്പാറ, എരിഞ്ഞിപ്പുഴ, ബോവിക്കാൻ റോഡ് തുടങ്ങിയ നിരവധി റോഡുകൾ, അതുപോലെ തന്നെ പാലങ്ങൾ ഉൾപ്പെടെയുള്ള പല പദ്ധതികളും നമുക്ക് വന്നു. സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, ഇതെല്ലാം വന്നത് കിഫ്ബി വഴിയാണ്. ഞാൻ എൻ്റെ കലണ്ടർ അടിച്ചപ്പോൾ തന്നെ കിഫ്ബി വഴി എത്ര കോടി രൂപയുടെ പദ്ധതി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 300 കോടിയോളം രൂപയുടെ പദ്ധതി കിഫ്ബി വഴിയാണ് നടന്നിട്ടുള്ളത്. വളരെ നല്ലൊരു പദ്ധതിയാണ്. ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിലെ കുണ്ടംകുഴി, ചൊട്ട, ദുഡുവയൽ, തോണിക്കടവ്, ബത്തക്കുമരി, മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ ഇരിയണ്ണി, മിന്നംകുളം, കണിയേരി, ബേപ്പ്, പായം, ബോവിക്കാനം, കാനത്തൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ യാത്രക്കാർക്കും ചൊട്ടാപ്പാലം യാത്രയ്ക്കായി ഉപകരിക്കും. കൂടാതെ കർണാടകയിലെ സുള്യ, മംഗലാപുരം പ്രദേശങ്ങളിലേക്കുള്ള യാത്രയിൽ ബേഡെടുക്ക, കാഞ്ഞങ്ങാട് പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് 10 മുതൽ 17 കിലോമീറ്റർ ദൂരം വരെ ചുരുങ്ങിക്കിട്ടും. ഇത് പണ്ടേ എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടുണ്ടായ പാലം. ഇതിപ്പോൾ വന്നത് ഞങ്ങൾക്കെല്ലാം ഇടീ നാട്ടുകാർക്ക് വളരെ സന്തോഷമായി, നല്ല ഗുണമായി. ഇതിൻ്റെ നന്ദി കിഫ്ബിക്കാർക്കും പിന്നെ പാർട്ടിയിലെ ആൾക്കാർക്കും. ഇതിന് വേണ്ടിയിട്ട് സ്ഥലവും അങ്ങനെ സാധാരണ 1 ഏക്കറിന് മുകളിൽ സ്ഥലം എത്രയാണെന്ന് കൃത്യം അളന്നിട്ടൊന്നുമില്ല. എനിക്ക് ഒരു 2 ടാങ്ക് ഉണ്ട് അതിന് വെള്ളത്തിൻ്റെ. ഒരു 2 ലക്ഷം ലിറ്റർ വെള്ളം പിടിക്കുന്ന ഒരു വലിയ ടാങ്കും പിന്നെ ഒരു ചെറിയ ടാങ്ക് അത് പോയി. ഒരു 220 കവുങ്ങും 63 തെങ്ങും പോയി. പിന്നെ കുറേ മരവും ഇത് സ്ഥലം എല്ലാം പോയി. എന്നാലും നാട്ടുകാർക്ക് വലിയ ഉപകാരം എന്ന് പറഞ്ഞിട്ട് ആയിൽ നമ്മൾ ഒരു പലിശയും വാങ്ങാതെ ഇതിന് വിട്ടുകൊടുത്തതാണ്. സന്തോഷമായി. ഇപ്പോൾ നാട്ടിലേക്ക് ഈ പാലം വന്നത് എല്ലാം വളരെ സന്തോഷമായി. ഇവിടെ പാലം നിർമ്മാണത്തിനും അപ്രോച്ച് റോഡിനുമായി 1 ഏക്കർ കൃഷിസ്ഥലം വിട്ടു നൽകിയ വ്യക്തി കൂടിയാണ് രാധാകൃഷ്ണ ഭട്ട്. പാലം പരിസരം സായാഹ്നങ്ങളിൽ ഫോട്ടോഷൂട്ടിന്റെ ഇടം കൂടിയായി മാറുന്നു. പാലത്തിലെത്തിയാൽ പയസിനിപ്പുഴയും ഗ്രാമഭംഗിയും കൈകോർത്ത മലയോര കാഴ്ചകളും യാത്രയ്ക്കൊപ്പം ആസ്വദിക്കാം. ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്ന് കരുതിയ ചൊട്ടാപ്പാലം കിഫ്ബി ഫണ്ടിലൂടെ സാധ്യമായതിന്റെ സന്തോഷത്തിലാണ് കാസർഗോഡ് മുളിയാർ ഗ്രാമപഞ്ചായത്തിലെയും ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിലെയും പ്രദേശവാസികൾ. മലയോര ജനതയ്ക്ക് ഏറെ ഉപകാരപ്പെടുന്ന പാലം 18.5 കോടി ചെലവിലാണ് കിഫ്ബിയിലൂടെ നിർമ്മിച്ചിരിക്കുന്നത്. കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. ലംബോർഗിനി വാങ്ങിയില്ല, സ്വന്തമായി ഉണ്ടാക്കി. ആഗ്രഹം സഫലീകരിച്ച് കണ്ണൂർ മാവിലായി സ്വദേശി സരിൻ. ലോകപ്രശസ്ത ഇറ്റാലിയൻ ആഡംബര സ്പോർട്സ് കാറാണ് ഏറെ നാളത്തെ പ്രയത്നത്തിനൊടുവിൽ സരിൻ നിർമ്മിച്ചെടുത്തത്. ഒറിജിനലിനെ വെല്ലുന്ന ലംബോർഗിനിയാണ് ഇപ്പോൾ നാട്ടിലെ താരം. കാണാം ഞങ്ങളുടെ പ്രതിനിധി ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോഴുള്ളത് കണ്ണൂർ മാവിലായിലാണ്. ഇവിടെ ഒരു ലംബോർഗിനി കാറും അതിൻ്റെ സൃഷ്ടാവായിട്ടുള്ള സരിനെയും പരിചയപ്പെടാനാണ് എത്തിയിട്ടുള്ളത്. സരിന്, എങ്ങനെയാണ് ഈ ലംബോർഗിനി കാറിലേക്ക് എത്തുന്നത്? ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പൊതുവേ ഞാൻ ഈ ചെറിയ ചെറിയ മിനിയേച്ചേഴ്സ് ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ വലിയ വലിയ വാഹനങ്ങളാക്കി ഈ ഒരു വയസ്സാകുമ്പോഴേക്ക്
ഇപ്പം എൻ്റെ വയസ്സ് പറഞ്ഞാൽ 29 ഞാനൊരു 12 വയസ്സ് മുതലേ ഈ ചെറിയ ചെറിയ കാറുകളും ബസ്സാണ് മെയിനായിട്ട് അതുണ്ടാക്കി അങ്ങനെ ഈ ഒരു ഏജ് ആകുമ്പോഴേക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം മേക്ക് ചെയ്തെടുത്തു. നിരവധി കാറുകളുണ്ടല്ലോ, ഇപ്പോൾ ബെൻസ് ഉണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്. ഈ ലംബോർഗിനി കാറുകളോടുള്ള ഒരു പ്രേമം എങ്ങനെയാണ്? അത് പൊതുവേ നമുക്ക് വോയിസിനുള്ളതാണ്. ഈ സ്പോർട്സ് കാറിനോടും ഇതുപോലത്തെ മോഡൽസ് കാറിനോടും ഭയങ്കര അട്രാക്ഷനും എന്താ പറയുക ഇഷ്ടവും കൂടുതലാണ് ഈ ഇങ്ങനെ ഒരു മോഡൽ കാറിനോട്. അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ തന്നെ ഒരു മോഡൽ തിരഞ്ഞെടുക്കാൻ കാരണം. ഈ ഏകദേശം എത്ര നാളത്തെ ഒരു കഷ്ടപ്പാടാണ് ഇത്തരത്തിലൊരു നിർമ്മിതിയിലേക്ക് എത്തിച്ചേരാൻ? ഇപ്പം കറക്റ്റ് 1 year. അത് ഫുൾ ടൈം ഇതിൻ്റെ അകത്ത് തന്നെ സ്പെൻഡ് ചെയ്തിട്ട് മേക്ക് ചെയ്തതല്ല. ഞാൻ അതിൻ്റെ ശരിക്കുള്ള ജോബ് എന്ന് പറയുന്നത് ടാറ്റു സ്റ്റുഡിയോയിൽ ടാറ്റു ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. സ്വന്തം സ്റ്റുഡിയോ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ബാക്കി ടൈമിലാണ് ഇത് വന്നിട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കി. ഏകദേശം എത്ര രൂപയോളം ഇതിന് ചിലവായിട്ടുണ്ട്? അപ്പോൾ നിലവിൽ 3.5 സംതിങ് നിലവിൽ ചിലവായിട്ടുണ്ട്. കറക്റ്റ് എനിക്ക് അറിയത്തില്ല, എന്നാലും ഏകദേശം 3.5 സംതിങ് ആയിട്ടുണ്ട്. ഈ ബാക്കപ്പ് സപ്പോർട്ടാരാണ്? ഫാമിലിയുടെ സപ്പോർട്ടുണ്ടോ? അത് ഈ ഇത്രയും വലിയൊരു തുക ഇതിനു വേണ്ടി ചിലവഴിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അല്ല അത് തുകേൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ സ്റ്റുഡിയോ നടത്തുന്ന അവിടെ നിന്ന് കിട്ടുന്ന ഫണ്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. മുഴുവനായിട്ടല്ലെങ്കിലും എൻ്റെ സേവിങ്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കി തുക ഞാൻ ഇതിൻ്റെ അകത്തേക്ക്. നമ്മുടെ ഈ വാഹനത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ കൂടി ഉണ്ടല്ലോ. എന്താണ് ഈ വാഹനത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്? നമ്മൾ ഈ ഒരു പോർഷൻ വരെ ഇതിന് ഹൈറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ളവരല്ലാണ്ട് കുറച്ചുകൂടി മുതിർന്ന കുറച്ചുകൂടി മണ്ണോ തടിയുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് കയറാനും ഇറങ്ങാനും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പൊതുവേ ഈ വണ്ടിയിലെ ഡിസൈൻ അങ്ങനെ തന്നെയാണ്. പിന്നെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന എൻജിന് നാനോൻ്റെതാണ്. അതാണ് എല്ലാവർക്കും ഒരു കൗതുകം. നാനോൻ്റെ എഞ്ചിൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം മേക്ക് ചെയ്തെടുത്തുള്ളത് എല്ലാവർക്കും ഒരു കൗതുകം. അത് നാനോൻ്റെ എഞ്ചിനും ഇതും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് എടുത്തത്? ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഓട്ടോമൊബൈൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം, എന്ത് വെച്ച് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ പണ്ട് മുതലേ ഉള്ളത് കൊണ്ട് അച്ഛൻ്റെ കാലത്തും അച്ചാച്ചൻ്റെ കാലത്തൊക്കെ പണ്ട് മുതലേ ഇവർക്ക് തന്നെയാണ് പണി. അവരാരും അറിയപ്പെട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവരത് കണ്ട് നമ്മളും അങ്ങനെ അവരെ പാത പിന്തുടർന്നിട്ട് ഞാൻ മാത്രം ഇങ്ങനെ ഒരു സാധനം മേക്ക് ചെയ്തെടുത്ത് അത് അത്യാവശ്യം ആൾക്കാർ പറഞ്ഞ് ഇപ്പം എന്താ പറയുക എല്ലാവരും അറിയുന്നൊരു വാഹനമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഈ വാഹനത്തിൻ്റെ അടുത്തോട്ടൊക്കെ വരുന്നുണ്ട്. ഏറെ സന്തോഷമുണ്ട് ഇത്. എല്ലാവരും എന്താ പറയുക നമ്മൾ വിചാരിക്കാത്ത നമ്മളെ നാട്ടിൻ പുറത്തല്ലാണ്ട് പുറത്തുനിന്ന് ആൾക്കാർക്ക് വന്നിട്ട് ഫോട്ടോ എടുക്കുക, എങ്ങനെ ചെയ്ത് ഇതെന്ത് വെച്ച് ചെയ്ത് നമുക്ക് ചെയ്തു തരുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇതിന്. ലംബോർഗിനി ഒരു ഡ്രീം വാഹനമായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം സാധിച്ചു. ഇനി എന്താണ് അടുത്ത ആഗ്രഹം? ഇനി എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഈ ജനുവരി കഴിഞ്ഞ് February 1 ഇതിന് ലോഞ്ച് ചെയ്തത്. അതിനേക്കാളും മുമ്പേ January 1 ഞാനിത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി നിന്നിരുന്നതാണ്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇത് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്ന സമയത്ത് ഇത് എന്തിട്ടൊന്നും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം ഇത്രയും പണി ഞാൻ തന്നെ എടുത്തതുകൊണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ ആവാതെ എന്നുള്ള എനിക്ക് തന്നെ കണ്ടുപിടിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ വേറൊരു വാഹനം സ്ക്രാപ്പിൽ നിന്ന് തന്നെ സെയിം നാനോ എടുത്തിട്ട് അവിടെ വീട്ടിലിട്ടിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഓരോ പാർട്സ് കഴിച്ച് മാറ്റി അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഒരു വാഹനം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അടുത്ത് വേറെ ഏതോ വാഹനം നിർമ്മിക്കേണ്ട പ്ലാൻ ഉണ്ട് ഇവ. അപ്പോൾ ഞാനിങ്ങനെ ആക്കി പറയാം അടുത്തത് ബുഗാട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ജോക്കായിട്ട് പറയലുണ്ട്. പക്ഷേ നിലവിൽ ഞാനൊന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്കുള്ളൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വാഹനം നിരത്തിലിറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം അധികാരികളോട് എന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടോ? ഒരു വാഹനപ്രേമി എന്ന നിലയിൽ ഒരു അപേക്ഷയായിട്ടെങ്കിലും കൊടുക്കാനുണ്ട്? അപേക്ഷ എന്ന് പറയാൻ എല്ലാവരും പറയും നീ എന്തെന്നാടാ കളിക്കുന്നു വേഗം പറയടാന്ന്. പക്ഷെ എനിക്കങ്ങനെ പറയാൻ അവർക്ക് അവരുടേതായ നിയമങ്ങളും അത് അവരുടേതായ ഇത് അവർക്ക് ഇതാക്കി ചെയ്തേ പറ്റും. അപ്പോൾ അതിനിടയിൽ നമ്മളങ്ങനെ ഒരു ഇത് എനിക്കങ്ങനെ ഇല്ല. എന്തായാലും വളരെ നാളത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് ഈ സരിൻ ഈ വാഹനം നിർമ്മിച്ചെടുത്തത്. എനിക്കും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഇത്തരത്തിലുള്ള വലിയ കാറുകളിലൊക്കെ കയറണം എന്നുള്ളത്. അതും ആഗ്രഹം സാധിച്ചു. അതിലേറെ സന്തോഷമുണ്ട്. എന്തായാലും വലിയ നിർമ്മിതികളുമായി ഇനിയും സരിനെ കണ്ടുമുട്ടാൻ സാധിക്കട്ടെ. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. Can you feel that? Dreams on backs with the crest held high. One more ball and we touch the sky. 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്ക് വീണ്ടും തോൽവി. മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ ശ്രീലങ്ക 8 വിക്കറ്റിന് തകർത്തു. ഒരു ഘട്ടത്തിൽ 200
കടക്കുമെന്ന് തോന്നിച്ച ഓസീസ് സ്കോർ 181 ഒതുക്കിയ ശ്രീലങ്ക 18 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. പതുമുസഗയുടെ തകർപ്പൻ സെഞ്ചുറിയും കുശാൽ മെൻഡിസിൻ്റെ അർദ്ധ സെഞ്ചുറി പ്രകടനവുമാണ് ലങ്കയ്ക്ക് തകർപ്പൻ ജയം സമ്മാനിച്ചത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.